ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അതായത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ യുദ്ധം എന്ന് പറയുന്നത് കുറേ നാളായിട്ട് അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ കാണത്തില്ല, എവിടെ നോക്കിയാലും കാട്ടുപന്നി, എവിടെ നോക്കിയാലും മുള്ളം പന്നി, എവിടെ നോക്കിയാലും കടുവ, എവിടെ നോക്കിയാലും പുലി. പിന്നെ ആനകളെന്ന് പറയുന്നതിന് ഒരു പഞ്ഞവും ഇല്ല കേട്ടോ, ഇഷ്ടംമാതിരിയാണ്. അപ്പോൾ ഇതെവിടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ 6 അവസാനമായിട്ട് സംഭവിച്ചേക്കുന്ന 2 പേരെ ഒരു ആദിവാസികളാണ്, ഭാര്യയും ഭർത്താവും കേട്ടോ. അവരെ ഈ കശുവണ്ടി വീണത് പറക്കി ഒരു കവറിലിട്ട് കൊണ്ടുവരുന്ന വഴിക്കാണ് ആനയുടെ ഈ പരാക്രമം. ആന ചവിട്ടി കൊല്ലുകയാണ്. ഇത് വനത്തിൽ വെച്ചൊന്നുമല്ല. സാധാരണ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പറയും, അവർ വനത്തിൽ കയറിയിട്ട് ചവിട്ട് കൊണ്ട് മരിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്, വനത്തിൽ കയറിയിട്ട്, വനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല വനം. യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളുടെ വകയാണ് വനം എന്ന് നമുക്ക് പറയാം. കാരണം അവർക്ക് വനം എന്ന് പറയുന്നത് അവരുടെ വാസസ്ഥലമാണ്. അവിടെ ചെന്ന് കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അത് വനത്തിൽ കയറി കിട്ടിയതാണ്, നമുക്കൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതല്ല. ഈ 6 ഫാം എന്ന് പറയുന്നത് ആദിവാസികളുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കൊടുത്ത ഭൂമിയാണ് ഇത്. അവർക്ക് സ്വന്തമായിട്ട് കൊടുത്തേക്കുന്നതാണ്. അത് കൊടുത്തപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം? ഒരു കാശിനും കൊള്ളരുതാത്ത സ്ഥലം, അവിടെ ഒരു കൃഷി യോഗ്യമല്ലാത്ത സ്ഥലം അങ്ങനെ കൊടുത്തു. അവരത് കിട്ടിയപ്പോൾ കുറേയൊക്കെ ഇതുപോലെ ഈ കശുമാവ്, പിന്നെ അതുകൂടാതെ അവർ പ്ലാവ്, ഇതൊക്കെ അവർ നട്ടു. പലർക്കും ഈ കൃഷിയോഗ്യമല്ലാത്തത് കൊണ്ട് പല ആളുകളും അവിടുന്ന് വിട്ടുപോയപ്പോൾ അവിടെ ഈ കാട് വളരുന്നത് മാതിരി വളർച്ച തുടങ്ങി, കാടുകളൊക്കെ ആയി. അപ്പോൾ തൊട്ടപ്പുറത്ത് വനമാണുള്ളത്. അപ്പോൾ ആ വനത്തിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങൾ നേരെ ഇതിനകത്തോട്ട് കയറാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒന്നും കാടൊന്നും ഉള്ളതല്ല. അതായത് എൻ്റെ കുടുംബം ഒക്കെ ഉള്ള വീടെന്ന് പറഞ്ഞാൽ അഞ്ചൽ ഭാഗത്ത്, അഞ്ചലിനോട് ചേർന്ന് കാടുകൾ വനമൊന്നും ഉള്ളതല്ല. അവിടെ ഞങ്ങൾ ഈ കാട്ടുപന്നി എന്ന് പറയുന്ന സാധനത്തിനെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയോ, അവിടെ മരച്ചീനി കൃഷി പോലും നടത്താൻ ആർക്കും കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? മുഴുവൻ കാട്ടുപന്നി വന്ന് കുത്തിമറിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഈ കാട്ടുപന്നികളെന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് എല്ലായിടവും ഉണ്ട്, കാണാനുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. ആ രീതിയിൽ കാട്ടുപന്നികളുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിലിപ്പോൾ കാട്ടുപന്നികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയാലേ പറ്റൂ. ഇപ്പം മനുഷ്യന് ജീവിക്കാനൊരു മാർഗമില്ലാതായിപ്പോയി. ആ രീതിയിലേക്ക് വന്നേക്കാണ്. ഈ കാട്ടുപന്നികളെന്ന് പറയുന്ന അക്രമകാരികളും കൂടാണ്. ഇനി ഇതൊന്നും അല്ല. ഈ 6 ഫാമിൽ ഇതുപോലെ നേരത്തെ ഇങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ വന്യമൃഗങ്ങൾ. അപ്പോൾ അതിൻ്റെ മുറവിളി അവർ ഒരുപാട് മുറവിളി കൂട്ടി, അവസാനം അവർ ഒരുപാട് സമരമൊക്കെ ചെയ്തു. അവസാനം ഇവരെ സംരക്ഷിക്കാനായിട്ട് എന്നാൽ ഇതിന് വേലി കെട്ടാം, വേലിയല്ല, അതിന് മതിൽ കെട്ടാം, ആനമതിൽ പണിയാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 കിലോമീറ്റർ ദൂരം വേണം, നീളം വേണം ആനമതിൽ. അപ്പോൾ നല്ല ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് മതിലിങ്ങനെ ഉണ്ടാക്കി. ഏതാണ്ട് ഇപ്പോൾ ഇത്രയും നാളായിട്ട്, അതായത് 2024 തീരേണ്ടതാണ് അത് കേട്ടോ, ആ പണി. പക്ഷേ അത് പകുതി പോലും ആയിട്ടില്ല.
അത് മുഴുവിപ്പിച്ചിരുന്നെങ്കിൽ ഈ 2 ജീവനുകൾ പൊലിയത്തില്ലായിരുന്നു. സർക്കാരിൻ്റെ കെടുകാര്യസ് എന്നല്ലാതെ ഇതിനെന്താ പറയുന്നത്? ഇത് അവർ വിചാരിച്ചാൽ ഇത് പണി നടക്കത്തില്ലേ? ഇത്രയും പണി വരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒക്കെ വലിയ പ്രഖ്യാപനം കൂടെ കണ്ടു. അതായത് നിർബന്ധമായിട്ടും ഞങ്ങളിങ്ങനെ ചെയ്തിരിക്കും, അത് മുഴുവൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതാണ്, അത് മുഴുവൻ ചെയ്യും എന്ന് ഇതെല്ലാം അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇവർക്കൊക്കെ രാഷ്ട്രീയം വളർത്താനേ ഉള്ളൂ സമയം. ഇന്നലെ ആ 2 പേരെ ആ മൃതദേഹങ്ങളും കൊണ്ടുവന്ന് ആംബുലൻസ് വന്നപ്പോൾ നാട്ടുകാരവിടെ വഴി തടഞ്ഞു. നേതാക്കന്മാരങ്ങോട്ട് എഴുന്നള്ളി, നേതാക്കന്മാരെയും തടഞ്ഞു ജനങ്ങൾ. അത്രയും വയലൻ്റാണ് ആളുകൾ. അവർ ഒരൊറ്റ മനുഷ്യനോടെ കയറ്റി കൊടുത്തില്ലെന്ന് പറഞ്ഞവർ റോഡങ്ങ് ഉപരോധിച്ചു, തടഞ്ഞു. അവസാനം മന്ത്രി വരണമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ല, മന്ത്രി എന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് കടത്തിവിട്ടത്. അപ്പോൾ മന്ത്രി ഇതിന് പറഞ്ഞു, ഇതെല്ലാം ഇപ്പം ശരിയാക്കിയേക്കാന്ന് പറഞ്ഞു. ഇപ്പം ശരിയാക്കിയെന്ന് പറഞ്ഞാൽ പോരാ, ശരിയാക്കണം. നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഈ മതിൽ പണിയാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. അതെന്താ പണിയാത്തത്? കാരണം ഇത് ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകളുടെ ഇതാണ്, അവരുടെയാണ്. അതായത് ആദിവാസികൾ. അമ്മ നിങ്ങളൊന്ന് തിരിച്ചറിയണം, ഈ ആദിവാസികളെന്ന് പറയുന്ന മനുഷ്യരാണ്. അവരിങ്ങനെ ഇപ്പോൾ ഈ ആറളം ഫാമിനകത്ത് എന്നറിയോ കേൾക്കുന്നത്, ഇപ്പം മനസ്സിലാക്കുന്നത് 50ഓളം ആനകൾ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകളെ ആന ചവിട്ടി കൊല്ലും. ആ ആനകളെല്ലാം തുരത്തണം. അതിനെ കാട്ടിലേക്ക് കയറ്റി വിടണം. അവിടെ മതിൽ കയറണം, ആന മതിൽ തന്നെ പണിയണം. ഈ 10 കിലോമീറ്റർ നീളത്തിൽ ഈ മതിൽ പണിഞ്ഞാൽ അവിടെ വാസയോഗ്യമായിട്ട് മാറും. ആളുകൾക്ക് ഭയമില്ലാതെ നടക്കാം. ഇത് അവരുടെ തന്നെ ഈ ഫാമിൽ നിന്ന്, അവരുടെ തന്നെ വസ്തുവിൽ നിന്ന് ഈ കശുവണ്ടി കളക്ട് ചെയ്യാൻ പോയവരാണ്, ശേഖരിക്കാൻ പോയതാണ് ഈ പാവങ്ങൾ. അപ്പോൾ അതിന് അവർ ആന ചവിട്ടിക്കൊല്ലുകയാണ്. ഈ ആനക്കലി എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആനകൾക്ക് വനത്തിനകത്ത് അതിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം കിട്ടണം, അതിന് ആഹാരം കിട്ടണം. ഈ വന്യജീവി സമ്പത്തൊക്കെ നമുക്ക് വേണമല്ലോ. വേണമെങ്കിൽ ഈ രീതിയിലുള്ള സംരക്ഷണങ്ങൾ നമുക്ക് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ഇത് മനുഷ്യന് കടുവയെ പേടിക്കണം, പുലിയെ പേടിക്കണം, കാട്ടുപന്നിയെ പേടിക്കണം, ആനയെ പേടിക്കണം. എങ്ങോട്ടും നടക്കാൻ പാടില്ല. അപ്പോൾ ആന എവിടേക്ക് ഇറങ്ങി ചെല്ലുന്നത്? ഇതാണ് ഇന്നാൾ ആണെന്നുണ്ടെങ്കിൽ ആ ദേവികുളത്ത് ടോൾ ഗേറ്റിൽ പോയിരുന്നു ആന ടോൾ പിരിക്കാൻ. അതാ കാര്യം. അപ്പോൾ അത് ആ ഒരു ആന മതപ്പാടുള്ള ഒരെണ്ണമാണ്. അത് ഇറങ്ങി നടക്കുകയാണ്. എന്തു ചെയ്യും? മനുഷ്യന് അവിടെ കാണാം ഒരു ലോറി അടിച്ച് പൊളിച്ചു, അതവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. ഞാൻ കണ്ടതാണ്. കാറ് രക്ഷപ്പെട്ടു പോയതാണ് അവർ. ഈ രീതിയിലാണ് ആനയുടെ കാര്യം. അതാണ് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വന്യം മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തണം. അതാണ് ചെയ്യേണ്ടത്.